മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ ഒരു വീഡിയോ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിങ്ക് അയക്കുന്നു. ഈ കണ്ണൂര് നടന്ന ബാലപീഡനം, പള്ളിക്കാരുടെ പ്രവൃത്തികൾ, ഇവിടുത്തെ ബിഷപ്പിൻ്റെയും കർദിനാളിൻ്റെയും കുമ്പസാരിക്കല്, പള്ളി കന്യാസ്ത്രീകളിലും അച്ഛന്മാരുടെയൊക്കെ ഹൗസിൽ നടക്കുന്ന തിന്മകൾ, ഇത് സാധാരണഗതിയിൽ ആരും പറയാറില്ല. കാരണം അവർക്ക് വിൽ പവറും മസിൽ പവറും മണി പവറും ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇതെല്ലാം തടയാൻ സാധിക്കും. അവരുടെ മാസ് വോട്ടിനെ പ്രതീക്ഷിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നും ചെയ്യില്ല. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെന്റ് പ്രതീക്ഷിച്ച് പത്രമാധ്യമങ്ങളും ഇതിനെതിരെ പ്രതികരിക്കാറില്ല. എന്ത് നടന്നാലും ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ഇവരെല്ലാം ആക്രോശിച്ച് പ്രതികരിക്കുക. പള്ളിയിൽ എന്ത് നടന്നാലും പ്രതികരിക്കാറില്ല. അത് അവർക്ക് മൂടിക്കളയാനും നല്ലോണം അറിയാം. പക്ഷേ കാലം പെട്ടെന്ന് മാറി. പല പല മാധ്യമങ്ങളിലും പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയുന്ന ലെവലിലേക്ക് വന്നിരിക്കുന്നു. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഏത് മതത്തിലും കുറേയൊക്കെ ആൾക്കാര് ഇതുമാതിരി ചെയ്യുന്നവരുണ്ട്. സെക്ഷുവലായിട്ടുണ്ട്, മെന്റലായിട്ടുണ്ട്, സൈക്കോളജിക്കലായിട്ടുണ്ട്, ഫിനാൻഷ്യലായിട്ടുള്ളതുണ്ട്, ഫിസിയോളജിക്കലായിട്ടുള്ള ഫ്രോഡ് ചെയ്യുന്നവരുണ്ട്. ഒരു ക്രിസ്ത്യൻ വിനു തോമസ് എന്ന് പറയുന്ന ആള് എനിക്ക് എഴുതി, ഒരബദ്ധം ക്രൈസ്തവ സഭയ്ക്ക് പറ്റിയത് സാർ ഇത്രയും അധികം എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണ്? ഇത് ഒരബദ്ധമല്ല വിനു തോമസെ പറ്റിയിരിക്കുന്നത്. ഈ നാട്ടില് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഹിന്ദുക്കളിൽ നടത്തിയ കൊല ലോകത്തിൽ ഞെട്ടിപ്പിക്കുന്ന കൊലയാണ്. 40,000 ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്താൻ വിസമ്മതിച്ചവരെ കൊന്നു കൊല വിളിച്ച വ്യക്തിയെ പുണ്യവാളനാക്കിയ ആളാണ്. 29,000 ഹിന്ദുക്കൾക്ക് സെന്റ് പീറ്ററുടെ ടിക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് ഡെത്ത് ഹൗസിലേക്ക് കൊണ്ടുപോയി മരിക്കാൻ, മരുന്ന് പോലും കൊടുക്കാതെ, ചികിത്സ പോലും കൊടുക്കാതെ, മരണത്തിന്റെ ടിക്കറ്റ്, സെന്റ് പീറ്റേഴ്സിന്റെ ടിക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാക്കി മാറ്റി. പിന്നെ മരണത്തിലേക്ക് അയച്ചു എന്ന് പറയുന്ന സെന്റ് തെറീസ ചെയ്ത പ്രവർത്തികൾ വിദേശ ചാനലുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മരുന്ന് പോലും കൊടുക്കാതെ. ഒരു മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, കെൽവിൻ എന്ന് പറയുന്ന ഒരാള്, മേരിയും അതുപോലെ കെൽവിനും ബ്രൂഫിൻ എന്ന വേദന സംഹാരി പോലും കൊടുക്കാതെ ഇവരെ ഹിന്ദുക്കളെ മതം മാറ്റി, എണ്ണം കൂട്ടി, പിന്നെ മരണത്തിലേക്ക് തിരിച്ചു വരാനല്ല, അങ്ങനെയൊക്കെ ചെയ്തവരെ പുണ്യവാളത്തികളാക്കിയിരിക്കുന്ന സ്ഥലമാണിത്. ഈ നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലും ത്രിപുരയിലും ഇപ്പൊ നടക്കുന്നത് വിനു തോമസെ താൻ കണ്ടാല് ഞെട്ടിപ്പോകും. അത്ര ക്രൂരതയാണ് ക്രിസ്ത്യൻ മിഷണറിമാര് നടത്തുന്നത്. ഇപ്പൊ ഒറീസയിലും അരുണാചൽ പ്രദേശിലും എല്ലാം നടത്തുന്നത്. അതൊന്നും പുറത്ത് വരാതിരിക്കാൻ കാരണം, അത് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർഗീയമാവും. ഹിന്ദുക്കള് ചെയ്യുന്നത് പുറത്ത് കൊണ്ടുവരാതിരുന്നാൽ വർഗീയമാകും. അതാണ് വ്യത്യാസം. ഹിന്ദുക്കളെ തല്ലാനും അടിക്കാനും എല്ലാ വിധത്തിലുള്ള 10,000 ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പ്രോബ്ലം ഇല്ല. അതിൽ ആരെങ്കിലും തിരിച്ചു വരാൻ തയ്യാറായി കൊണ്ടുവന്നാൽ അത് പാർലമെന്റ് പോലും സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ ഗർഭാപസി എന്ന ഇഷ്യൂ ഉണ്ടാക്കിയിട്ട്, പന്നിയുടെ ഇറച്ചി കഴിച്ചതിന് മുസ്ലിങ്ങൾ പ്രതികരിച്ചാൽ അത് മതേതരത്വമാണ്. പശുവിന്റെ ഇറച്ചി കഴിച്ച് ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ കമ്മ്യൂണലാണ്. അപ്പോഴാണ് അവാർഡ് വാപസി എന്ന് പറഞ്ഞ തനി നാറി ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരൊക്കെ കാട്ടിക്കൂട്ടിയത്. ഏതായാലും ഇവരൊക്കെ വിചാരിച്ചു ഇവിടെ നരേന്ദ്രമോദിയുടെ അന്ത്യകൂദാശ നടക്കുമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നലെ നടന്നത് എന്താണെന്ന് ഇവരൊക്കെ അവാർഡ് വാപസി ചെയ്ത മഹാരഥന്മാർ കണ്ടതും, എല്ലാത്തിലും 100% വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ശ്രീ MT വാസുദേവൻ നായർ ഈ നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് അടുത്ത എന്തെങ്കിലും പൊസിഷൻ കിട്ടാൻ വേണ്ടി എന്ന പോലെ മോഡിയെ തമസ്കരിച്ച് സംസാരിച്ചതും എല്ലാത്തിൻ്റെയും പരിണത ഫലം ഇവരെല്ലാം കണ്ടതാണല്ലോ. ഏതായാലും
എന്നാലും കേരളത്തിലെ ചില മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും മന്ത്രിമാർക്കും ഒരു ധാരണയുണ്ട്, ഭാരതത്തേക്കാൾ വലുതാണ് കേരളം, അതിനേക്കാൾ വലുതാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ കസേര എന്നൊക്കെ ധരിച്ച് ജീവിക്കുന്നവർക്ക് ഇപ്പൊ പറയേണ്ടി വന്നു ക്രിസ്ത്യാനികൾ കാണിക്കുന്ന അത്രയും ക്രൂരത, ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നത്. അതിൽ കുറേ ക്രിസ്ത്യാനികൾ പ്രതികരിച്ചത്, ഒരു ക്രിസ്ത്യാനി പ്രതികരിച്ചത് ഇതിൻ്റെ കൂട്ടത്തിൽ ലിങ്കായിട്ട് അയക്കുന്നു. ആ ലിങ്ക് നിങ്ങൾ കാണണം. അത് വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും ബ്ലോഗിലൂടെയും ഇന്റർനെറ്റിലൂടെയും എത്തിക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് എത്തിക്കണം. ചങ്കൂറ്റമുള്ള ഒരു ഭാരതീയ ക്രിസ്ത്യൻ സ്ത്രീ, ക്രിസ്ത്യാനികളെ കുറിച്ചും ബിഷപ്പിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ്. ചങ്കൂറ്റമുള്ള ഒരു ക്രിസ്ത്യൻ സ്ത്രീ ബിഷപ്പിനെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണണം. അത് പ്രചരിപ്പിക്കണം. യൂട്യൂബിൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ തന്നെ വരും. ഞാൻ ഇവിടെ അത് വീണ്ടും റീ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണില്ല, ലിങ്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ കാണണം. പ്രണാമം, നമസ്കാരം.